അപകീർത്തി കേസിൽ രാഹുൽ ഇന്ന് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിൽ ഹാജരാകുകയാണല്ലോ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ പരാമർശത്തിൽ 2018 കേസെടുക്കുന്നത്. ജൂലൈ 26 ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും പാർലമെന്റ് നടപടിക്രമങ്ങൾ തുടരുന്നതിനാൽ ഇളവ് അനുവദിക്കുകയായിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാകും എന്ന് തന്നെയാണോ അറിയാൻ കഴിയുന്നത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രോഹിണിയും ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിലാണ് രാഹുലിനെതിരെയുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അപകീർത്തി കേസുള്ളത്. 2018 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ രാഹുൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം വിവാദമാകുകയും അതിനെ തുടർന്ന് വിജയ് മിശ്രി എന്ന BJP നേതാവ് നൽകിയിട്ടുള്ള അപകീർത്തി കേസാണ് രാഹുലിനെ വെട്ടിലാക്കിയത്. അന്ന് BJP അധ്യക്ഷനായിരുന്ന 2014 മുതൽ 2020 വരെ BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ്. അദ്ദേഹം കൊലക്കേസ് പ്രതിയാണ് എന്ന ഇല്ലാത്ത ഒരു കാര്യം പൊതുവേദിയിൽ നിന്ന് രാഹുൽ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് രാഹുലിനെ ഇപ്പോൾ കോടതി കയറ്റുന്നത്. ജൂലൈ മാസം 26, അതായത് കഴിഞ്ഞ മാസം 26 ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചതാണ്. പക്ഷേ അന്ന് പാർലമെന്റ് നടപടികളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതിനാൽ രാഹുലിന് ഇന്നത്തെ ദിവസം വീണ്ടും അനുവദിക്കുകയായിരുന്നു കോടതി. എന്തായാലും ഇന്ന് ഹാജരാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത പ്രതിപക്ഷ നേതാവ് ഇതുവരെ നൽകിയിട്ടില്ല. രോഹിണി, അപകീർത്തി കേസിൽ രാഹുൽ ഇന്ന് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിൽ ഹാജരാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ പരാമർശത്തിൽ 2018 കേസെടുക്കുന്നത്. ജൂലൈ 26 ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും പാർലമെന്റ് നടപടിക്രമങ്ങൾ തുടരുന്നതിനാൽ ഇളവ് അനുവദിക്കുകയായിരുന്നു.